Okay. അപ്പോൾ എല്ലാവരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ CV ജോസഫ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരോടും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതല്ല, നമ്മുടെ മനോജ് സാറിനോട് അടുത്ത ഒരാളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, പുറകിൽ നിന്ന് നല്ല രീതിയിൽ KCCBന്റെ ഈ കാലകം അത്രയും സ്റ്റബ് ഓൺ ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. സാർ, Thank you, Bilal. I am very happy to introduce today's speaker. He is a curiously passionate business analyst. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ബിസിനസ് അനലിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത്രയും ക്യൂരിയോസിറ്റി ഉണ്ട്, അതിന്റെ പാഷനുമാണ്. 25 years of experience in investor relations, corporate planning, treasury operations, financial planning, equity research, wealth management, etc. etc. അദ്ദേഹത്തെ ഇതേക്കുറിച്ചുള്ള ആ പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് തന്നെ ധനം മാഗസിൻ അതുപോലെ മറ്റ് ഡെയിലി മനോരമയിലൊക്കെ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് ഇടയ്ക്കിടെ കൂടെ വരാറുണ്ട്. ആ രംഗത്തോട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇന്നത്തെ സ്പീക്കർ. കോർപ്പറേറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളോ പലതിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ട് ബോംബെയിലും കൊച്ചിയിലുമായി നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം DBFS വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് പരിചയം. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. പല കാര്യങ്ങളും അഡ്വൈസ് തരുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ അഡ്വൈസ് തരുന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മനോജ് സാർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുക എന്നല്ല, ടു ഹെൽപ്പ് പീപ്പിൾ അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം. അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത്. താമസം പള്ളിപ്പുറത്താണ്, ചേർത്തലയില്. KMK ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന സ്വന്തമായിട്ടുണ്ട്. അത് അതിന്റെ CIO കൂടിയാണ്. With immense pleasure and pride, I introduce today's speaker, Mr. Manoj Kumar to you. Over. Yes, sir. The floor is yours now. Thank you. So, let me take this privilege to present in front of you this concept, financial planning, a scientific way to financial freedom. So, financial freedom എന്നുള്ളത് ഒരു ടോപ്പിക്. ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? ബേസിക്കലി എല്ലാവരും തന്നെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഒരു ജോബോ ഒന്നും ചെയ്യാതെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഡിഫിക്കൽട്ടാണ്. സോ ചുമ്മാതിരുന്നാൽ കാര്യം നടക്കില്ല. സോ നമുക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. സോ നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ ഇരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പൈസയാണ് എല്ലാത്തിൻ്റെ. അതായത് ഒരു ഭൗതിക ജീവിതത്തിൽ പൈസയുടെ ആണ്. ഓഡിയബിൾ ആണല്ലോ? ക്യാൻ ഐ കണ്ടിന്യൂ? ഒരു ലൈഫിൽ നമുക്ക് വേണേൽ ഡിഫൈൻ ചെയ്യാം. ജനറിക് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ഒരു ഭൗതിക ജീവിതം, ആധ്യാത്മിക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ, ഭൗതിക ജീവിതത്തിൽ പണത്തിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ചുമ്മാ തരുന്നാൽ പറ്റത്തില്ല, നമുക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ. സോ എന്തുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുമ്മാ തരുന്ന് ജീവിക്കാൻ പറ്റത്തില്ല. എന്ന് നമുക്ക് ജോലി നിർത്തണമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരും അറിഞ്ഞും അറിയാതെയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്യാം എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് മുന്നോട്ട് പോകുമ്പോൾ. ഇനി എന്താണ്, ഒരാൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാതെ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാമെന്ന് നോക്കിയാൽ അതിനുള്ള ആൻസർ ഇതാണ്. നമുക്കൊരു മാസം എത്ര പൈസ ഉണ്ട് ജീവിക്കാം. അതാണ് എന്ന് പറയുന്നത്. ഇത് സ്ക്രീൻ ഷെയർഡ് അല്ല, ഇൻ കേസ് ഷെയർ ചെയ്യുവാണെങ്കിൽ. സ്ക്രീൻ ഷെയർഡ് അല്ലയോ? ഇല്ല, ഐ എം നോട്ട് ഏബിൾ ടു സീ. അതുകൊണ്ട് No. Your screen is not shared, sir. One second. Let me take it back. Screen sharing start ചെയ്തിട്ടില്ല. ഇപ്പൊ ഷെയർഡ് ആണോ? Yes, okay. So, I'm sorry. So full screen ആക്കാമോ? ആക്കിയേക്കാം. Thank you. That's great. സോ എന്താണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നോക്കിയാൽ, നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനായിട്ട് നമുക്ക് മന്ത്ലി എത്ര പൈസ വേണം, റിക്വയർമെന്റ്.
ആ റിക്വയർമെന്റ് മാത്രം കിട്ടിയാലും നമുക്ക് കംഫർട്ടബിൾ ആയി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം അത് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കോൺഫിഡൻ്റ് ആയി ജീവിക്കണമെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം അല്ല, ആഗ്രഹിക്കുന്ന വരുമാനം എത്രയാണ്. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് നമ്മളുടെ റിക്വയർമെന്റ്. ഇത് ഒന്നുകൂടി ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു 50,000 റുപ്പീസ് ആണ് നമുക്ക് മന്ത്ലി ചെലവെങ്കിൽ ഇത് മാത്രം കിട്ടിയാൽ നമുക്ക് കംഫർട്ടബിൾ ആയി ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 75,000 ആണ് മന്ത്ലി കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി ജീവിക്കാൻ പറ്റും. പക്ഷെ കോൺഫിഡൻ്റ് ആയി ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടിയാൽ പിന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയി ജീവിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു നമ്പർ ഒരു 1.8 crores നമുക്ക് കയ്യിൽ വേണം. അതായത് 180 ടൈംസ് ഓഫ് യുവർ മന്ത്ലി അസ്പിരേഷൻ. ഒരാൾ ചെലവ് 50, പ്രതീക്ഷിക്കുന്ന വരുമാനം 75, ആഗ്രഹിക്കുന്ന വരുമാനം 1,00,000 ആണെങ്കിൽ നമുക്ക് 180 ടൈംസ് ഓഫ് അസ്പിരേഷൻ, അതായത് ആഗ്രഹിക്കുന്ന വരുമാനത്തിന്റെ 150 മടങ്ങ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്ന് പറയാം. ഏകദേശം ക്ലിയർ അല്ലേ? ഇന്ററാക്ട് ചെയ്ത് പോവാം, കുഴപ്പമില്ല, അധികം ആളില്ല. ഓക്കെ, സോ ഇതിനെയാണ് ജനറലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? സർ ജസ്റ്റ് സെക്കൻഡ് ഐ റിക്വസ്റ്റ് എല്ലാവരോടും നമുക്ക് ഹാൻഡ് റേസ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പത്തൊന്ന് ഹാൻഡ് റേസ് ചെയ്ത സർ അങ്ങനെ ഒരു അനുവാദം തന്നത് കൊണ്ട് കേട്ടോ. സോ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. അല്ല, ഹാൻഡ് റൈസും വേണ്ട, ഒന്ന് മ്യൂട്ട് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, കുഴപ്പമില്ല. കാരണം അധികം ഓഡിയൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം. ഇതാണ് 1.8 crores. ഈ 1,00,000 രൂപ ആസ്പിരേഷൻ ഉള്ള ഒരാൾക്ക് 1.8 crores ഉണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാം. ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് ടു റീച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം. നോ ഷോർട്ട് കട്ട് ടു മേക്ക് യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഈ 25 വർഷവും 30 വർഷമൊക്കെ ജോലി ചെയ്ത ആളുകൾക്കും ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെ അവർ വീണ്ടും ജോലി ചെയ്യുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴത്തേക്ക് എന്താണ് റിട്ടയർമെന്റ്? എല്ലാവരും ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയിട്ടല്ല റിട്ടയർ ചെയ്യുന്നത്. ശരിക്കും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞത് ആരാ തീരുമാനിക്കുന്നത്? ഇപ്പോൾ ചിലർക്ക് 56, 80 എംപ്ലോയർ ആണ് പലപ്പോഴും തീരുമാനിക്കാറ്. ചില ആളുകൾക്ക് 56 ആണ്, ചില ആളുകൾക്ക് 58 ആണ്, ചിലർക്ക് 60 ആണ്. ഇനി 5 വർഷം എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്യും. എന്നിട്ടും മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഇപ്പോഴും ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാറില്ല. റിട്ടയർ ചെയ്യുന്ന സമയത്ത് റെയർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ പ്ലാനിങ് ഇല്ലായ്മയാണ്. കൃത്യമായി എവിടെയാണ്, എങ്ങനെയാണ് നമ്മളുടെ സമ്പത്ത് മാനേജ് ചെയ്യേണ്ടത്, എത്ര മാറ്റിവെക്കണം, എത്ര ചെലവാക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കറക്റ്റായിട്ടില്ല. അത് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു 0 to hero കോൺസെപ്റ്റ് ആണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കൊരു വലിയൊരു ഹീറോയിലോട്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, ഒരു പൈപ്പിൽ നിന്നുള്ള ഒരു ഡ്രോപ്പ് വാട്ടർ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നാളെ ഒരു ബക്കറ്റ് വെച്ചാൽ വേണേൽ കുളിക്കാനുള്ള വെള്ളം കിട്ടും. സോ ഈ പ്രോസസ്സാണ് പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ നമ്മൾ പറയും. സോ ഇത് തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും വളരെ ആവശ്യമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നോക്കിയാൽ, മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റർ, കൂടുതൽ ആളുകളും എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, ഞാൻ ഇത്രയും കാശ് ഇടാം, എനിക്ക് എത്ര കാശ് തരും, എത്ര റിട്ടേൺ എനിക്ക് കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പലരും ചോദിക്കാറ്. സോ ശരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ റിസോഴ്സസ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതായിരിക്കണം. നോൺ പെർഫോമിംഗ് അസറ്റ്സിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പെർഫോമിംഗ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ചേസ് ചെയ്യാൻ. ഇനി ദ കോൺസെപ്റ്റ് ഓഫ് റിട്ടയർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വല്ലവരുമല്ല നമ്മളുടെ റിട്ടയർമെന്റ് തീരുമാനിക്കേണ്ടത്, നമുക്ക് തന്നെ നമ്മളുടെ റിട്ടയർമെന്റ് തീരുമാനിക്കാൻ പറ്റും. ഇതിനെയാണ് ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നാളെ തന്നെ അല്ല,
ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 35 വർഷം ജോലി ചെയ്തിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റിനും ഇഷ്ടംമാതിരിയുള്ള ഒരു സമയത്ത് 25 30 അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഒരാൾ തനിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 20-25 അല്ലെങ്കിൽ 30 ഇയേഴ്സ് എങ്കിലും എടുക്കും ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് റിക്വയർമെന്റ്, എക്സ്പെക്ടേഷൻ, അസ്പിരേഷൻ, ഈ 3 വാക്ക് ഞാൻ ഉപയോഗിച്ചു നേരത്തെ. റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ മാസം വേണ്ടത് അതിനെയാണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനമാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അസ്പിരേഷൻ എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന വരുമാനമാണ്. ഇനി പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ഈ 2 ടെർമിനോളജീസ് ഉണ്ട്, മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ വാല്യൂ അല്ല നാളത്തെ വാല്യൂ. കാരണം രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ട്. എല്ലാ വർഷവും ഏകദേശം ഒരു 5.7% അല്ലെങ്കിൽ ഒരു 6%-നടുത്ത് മൂല്യശോഷണം നമ്മളുടെ കറൻസിക്ക് സംഭവിക്കുന്നുണ്ട്. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമുക്ക് അടുത്ത വർഷം മേടിക്കാനാണെങ്കിൽ 106 105.5 ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് ക്രമേണ കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നൊരു 40,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമുക്കൊരു 20 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ഏകദേശം ഒരു 80,000 റുപ്പീസ് കൊടുത്താലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് നമുക്കുള്ള ഒരു 20,000-ന്റെ വാല്യൂ അല്ലെങ്കിൽ 1 ലാഖിന്റെ വാല്യൂ ഒരു 20 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 20,000 രൂപയെ കാണുള്ളൂ. അതായത് മൂല്യശോഷണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷന്റെ 2 സൈഡും ഞാൻ പറഞ്ഞു. കയ്യിലിരിക്കുന്ന പൈസ അത് അങ്ങനെ തന്നെ ഇരുന്നാൽ ഉണ്ടാവുന്നതാണ് മൂല്യശോഷണം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇന്ന് കിട്ടുന്ന സാധനം നമുക്ക് നാളെ ഈ പ്രൈസിൽ കിട്ടാതെ വരിക. ക്ലിയർ ആണല്ലോ? പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. ദെൻ ഫിനാൻഷ്യൽ ഫ്രീഡം റോഡ് മാപ്പ്. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം റോഡ് മാപ്പ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ ചെയ്തെടുക്കുന്നത്. ഒരു റോഡ് മാപ്പ് ഇട്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് കൃത്യമായി ഡെസ്റ്റിനേഷനിൽ എത്താന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും. ഒരു ഫിനാൻഷ്യൽ റോഡ് മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ കൃത്യമായി നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാൻ പറ്റും. എസെൻഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് ഈ കോണ്ടെക്സ്റ്റിൽ. ഒന്ന് ക്യാഷ് ഫ്ലോ, രണ്ടാമത്തത് ലിക്വിഡിറ്റി, മൂന്നാമത്തത് ഗ്രോത്ത്. എന്താണ് ക്യാഷ് ഫ്ലോ? മന്ത്ലി നമുക്ക് വേണ്ട ചെലവിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരാൾക്ക് കിട്ടുന്ന വരുമാനം അതിൽ ക്യാഷ് ഫ്ലോ നമുക്കെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ദൈനംദിന ചെലവിന് വേണ്ടുന്ന പൈസ എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് ലിക്വിഡിറ്റി എന്ന് പറയും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എമർജൻസി മണി, അത്യാവശ്യം വന്നാലും നമുക്ക് വേണ്ട പൈസയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് ക്യാഷ് ഫ്ലോയും ലിക്വിഡിറ്റിയും, ഒരാൾക്ക് ജീവിക്കാനുള്ള പൈസ കൃത്യമായി മാറ്റിവെച്ചു, ലിക്വിഡിറ്റിക്ക് വേണ്ടി കൃത്യമായി മാറ്റിവെച്ചു. സോറി, ക്വസ്റ്റ്യൻ എന്നോടാണോ? അല്ലല്ലോ. മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ മാത്രം ഓപ്പൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതാവും. ഓക്കെ, ക്യാഷ് ഫ്ലോ, ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ്, എമർജൻസി മണിക്കാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്രോത്ത്? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനും അല്ലെ ഫ്യൂച്ചറിൽ വേണ്ടുന്ന റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള പൈസ അങ്ങനെ തന്നെ വെച്ചാൽ പറ്റത്തില്ല. അതിനെ നമ്മൾ ഗ്രോ ചെയ്യിക്കണം. ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളുടെ അസറ്റ്സിനെ നമ്മൾ ഗ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ എസെൻഷ്യൽ പാരാമീറ്റേഴ്സ്, ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് 3 ക്യാഷ് ഫ്ലോ, ലിക്വിഡിറ്റി ആൻഡ് ഗ്രോത്ത്. ഒരാൾക്ക് ക്യാഷ് ഫ്ലോയും ലിക്വിഡിറ്റിയും സ്മൂത്ത് ആണെങ്കിൽ ബാക്കി കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പലപ്പോഴും ആളുകൾ പല പൈസയും മാറ്റി വെക്കാറുണ്ട്. അതായത് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് കരുതി മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ചുമ്മാ മാറ്റി വെക്കരുത്. എല്ലാ റിസോഴ്സസിനെയും കൃത്യമായി പെർഫോം ചെയ്തിരിക്കണം. ക്യാഷ് ഫ്ലോ, ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൃത്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ലിക്വിഡിറ്റി എങ്ങനെ ചെയ്യണമെന്നുള്ളത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. എങ്ങനെ നമുക്ക് ലിക്വിഡിറ്റി മാനേജ് ചെയ്യാം. ദെൻ ലൈഫ് സ്റ്റേജസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്കിൽ. നമുക്ക് 3 ലൈഫ് സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ചേസിങ് റിട്ടയർമെന്റ്. ചേസിങ് റിട്ടയർമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ചേസിങ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് മറ്റുള്ളവരെ കൊണ്ടല്ല തീരുമാനിപ്പിക്കേണ്ടത്, നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെവലപ്ഡ് എക്കണോമിയിലൊക്കെ ആളുകൾക്ക് വീക്കെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റിക്വയർമെന്റ് ആനുവൽ വെക്കേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് റിക്വയർമെന്റ് ആണ് ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം. വെറും ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അവർ നോക്കുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. അതായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ദൈവത്തിന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നാളെ മുതൽ ജോലിക്ക് പോകാൻ പാടില്ല, ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല, തരുന്ന കാശ് എത്ര വേണേലും ചോദിക്കാം. വോളണ്ടിയർ ആയിട്ട് ഒരു 3 പേര് ആൻസർ ചെയ്യണം, എത്ര കാശ് വേണം?
എൻ്റെ കയ്യിൽ ലെജിറ്റിമേറ്റ് കറൻസി ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്, ദൈവമാണ്. അധികം സമയം കളയരുത്, വേഗം പറയണം. ഒരു 3 പേര് വോളണ്ടിയർ ആകുക. നാളെ മുതൽ ജോലിക്ക് യാത്ര പോകാൻ പാടില്ല. ചെയ്യാനുള്ള പൈസയാണ് വേണ്ടത്. എന്തോ? ലോകം മുഴുവൻ കറങ്ങാനുള്ള പൈസ വേണം അതല്ല, എനിക്ക്. എനിക്ക് കണക്കൊന്നും വേണ്ട, എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി. നാളെ മുതൽ ജോലിക്ക് അയ്യോ. പോകാൻ പാടില്ല, ബിസിനസ് ശരി ചെയ്യാൻ സാർ. പാടില്ല. ഈ തരുന്ന കാശ് എടുത്ത് ഇങ്ങനെ ജീവിച്ചാൽ മതി. ഒരു 3 പേര് നമ്പർ പറഞ്ഞാൽ മതി, എത്ര വേണം. 7 crore. 7 crores പറഞ്ഞു. അടുത്ത ആള് 10,000 10,000. അത് മന്ത്ലി തരാൻ പറ്റില്ല, daily. ഒറ്റ തവണേ തരുള്ളൂ. Oh, ഒറ്റ തവണേ തരുള്ളൂ, എത്ര വേണേലും ചോദിക്കാം. അപ്പോ ദൈവം അല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുമ്പോ ക്വസ്റ്റ്യൻ ഇല്ല, കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലല്ല, ഇല്ല. ദൈവം പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോ ദൈവത്തിന് അറിയാം എനിക്ക് എന്തോ ആവശ്യം, അത്രയും കാശ് തരാൻ പറയാം. ഇത് കൂടുതൽ കഥയില്ല, ചോദ്യത്തിൽ കൂടുതൽ കഥയില്ല. ഒരു നമ്പർ 5 മാത്രം year മതി. മതി. ഓക്കെ ഓക്കെ അക്കാഡമിക് ആണ്, So, ക്വസ്റ്റ്യൻ 10 crores, അക്കാഡമിക് maybe ആണ്. 10 crores. 10 crores എനിക്ക് ഒരു 5 year മതി. അടുത്തത് 50 50 crores. ഓക്കെ, മതി മതി, Yeah, ആൻസർ മതി. yeah. ദൈവത്തിന് കിട്ടി, ആൻസർ കിട്ടി. അക്കാഡമിക് ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻ അക്കാഡമിക് ആണ്. അപ്പോ ഓരോരുത്തർക്കും 7 കിട്ടി, 10 കിട്ടി, 50 കിട്ടി നമ്പേഴ്സ്. ഞാൻ 7 കിട്ടിയ ആളോട് ചോദിക്കുകയാണ്, ഈ കാശ് തന്നു, നാളെ മുതൽ എന്ത് ചെയ്യും? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഫ്രം ടുമോറോ? പറഞ്ഞോളൂ, 7 കാരൻ ആൻസർ ചെയ്തോളൂ. സാർ അത് സ്പെസിഫിക് ആയിട്ട് ഒരാവശ്യത്തിന് വേണ്ടിയാ. അല്ല, പിന്നെ കാശ് കിട്ടില്ല. ദൈവം കാശ് 7 കോടി തന്നിട്ട് പോയി, പിന്നെ കാശ് ചോദിക്കരുത്. ജോലിക്ക് പോകാനും പറ്റില്ല, പറഞ്ഞു ബിസിനസ് ചെയ്യാനും കുടുങ്ങി. പാടില്ല, പെട്ടുപോയി. അപ്പൊ 7 കോടി വിനിയോഗിക്കുന്ന പറഞ്ഞു കുടുങ്ങി. എന്നാ സ്കിപ്പ്. അടുത്ത ആള് പറയൂ, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോന്ന് പറ. ഞാൻ ആ കാശ് എടുത്ത് എന്റെ EMIs അടച്ചിട്ട് റിമൈനിങ് എമൗണ്ട് ഇൻവെസ്റ്റ് 10 ചെയ്ത് കോടിയാ ചോദിച്ചത്, അത് EMI-ക്ക് അതെ, ഈസി അതെ. ചെയ്യാം. സോ അതല്ല, എന്ത് ചെയ്യും? റിമൈനിങ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കും. പാടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, എടുത്ത് പാടില്ല. ജീവിക്കാനേ പറ്റുള്ളൂ. അതെ, മേബി റിമൈനിങ് മണി എനിക്ക് അതറിയണ്ട. പറഞ്ഞ പോലെ ഐ വിൽ അങ്ങനെയല്ലേ, യൂസ് ഇറ്റ് ഫോർ ഇതൊക്കെ ചെയ്യും. ട്രാവലിംഗ്. ചെലവ് എങ്ങനെ Traveling, ചെയ്യുന്ന പറഞ്ഞാൽ traveling. മതി, ആക്ടിവിറ്റീസ് പറഞ്ഞാൽ മതി, ആക്ടിവിറ്റീസ്. ട്രാവലിംഗ്, ഫുഡ്, ഒബ്വിയസ്ലി ഇത് രണ്ടിനും ഓൺ ടോപ്പ് പ്രയോറിറ്റി. ഫാമിലിന്റെ കൂടെ fine. വലിയ Okay, fine. Then what else? ഐ തിങ്ക് അത് ചെയ്യുമ്പോൾ തന്നെ ഐ എം ഷുവർ ഒരു അമൗണ്ട് പോകും. ഓക്കെ, അപ്പൊ ക്ലൂലെസ് ആണ്. ബേസിക്കലി ഇവിടുത്തെ ടോപ്പിക് ഇതാണ്. അതായത് Right. നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അഗ്രീഡ്. പാഷൻ ഇല്ലാത്ത ഒരു റിട്ടയർമെന്റ്, ഫൈനാൻഷ്യൽ ഫ്രീഡം ഓർ റിട്ടയർമെന്റ് വിത്തൗട്ട് പാഷൻ വിച്ച് ഈസ് റിയലി സൂയിസൈഡൽ എന്നാ പറയുന്നത്. അപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതാണ്, ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ട്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ടയർഡ് ആവില്ല. യാത്ര എന്ന് പറഞ്ഞാൽ എന്തോരം ചെയ്യും യാത്ര, കാശ് ഇഷ്ടം മാതിരി ഉണ്ട്, യാത്ര എന്തോരം ചെയ്യും. അതല്ല, നമുക്ക് പാഷൻസ് ലൈഫിലുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. അപ്പോൾ റിട്ടയർമെന്റ്, ചേസിങ് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്, നമുക്ക് ആവശ്യത്തിന് പാഷനൊക്കെ ലൈഫിൽ വേണം. കോൺഫിഡൻസ് ഇല്ല ആളുകൾക്ക്, എനിക്ക് ഈ റിട്ടയർമെന്റ് ചേസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ആവശ്യത്തിന് പൈസ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം വ്യാപൃതരാണ്, അല്ലെ ചെയ്യുന്ന ബിസിനസ്സിൽ തന്നെ നമ്മൾ പെട്ടുകിടക്കുകയാണ്. അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ അറിയില്ല, ബാലൻസിങ് അറിയില്ല. ലൈഫ് ബാലൻസിങ് എന്ന് പറഞ്ഞ സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റേണേഴ്സ് അവർ ചെയ്യുന്ന അങ്ങനെയാണ്. വീക്കെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആനുവൽ വെക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡവും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് അവർക്ക് ആനുവൽ വീക്കെൻഡ് ഇമ്പോർട്ടൻ്റ് ആകുന്നു? കാരണം ലൈഫിൽ വർക്ക് ഷെഡ്യൂൾ അങ്ങനെയാണ്, വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ് അവർ വർക്ക് ചെയ്യാറ്. ഓഫീസ് പ്ലേസിൽ പോയി ഫോൺ ചെയ്യാനും ഗോസിപ്പ് ചെയ്യാനൊന്നും അവർക്ക് നേരമില്ല. വർക്ക് കൃത്യമായിട്ട് അസൈൻഡ് ആണ്, അത് ചെയ്തു പോവാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് വീക്കെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആനുവൽ വെക്കേഷനും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് രണ്ടും ചെയ്യും, പക്ഷെ മൂന്നാമത്തെ കാര്യം ചെയ്യാറില്ല, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്യാറില്ല. സോ ഇത് കാര്യം സംസർഗത്തിന്റെ പ്രശ്നമാണ്, നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. സോ ഈ ഒരു റീസൺ ആണ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞ സംഭവം നറിഷ് ചെയ്യാത്തത്. ഓക്കെ, ഇനി എന്താണ് സൂപ്പർ ആനുവേഷൻ? ചേസിങ് റിട്ടയർമെന്റ് ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യണം. ചേസിങ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഇതാണ്. ഒരാൾക്കൊരു ആദ്യകാലങ്ങളിൽ കിട്ടുന്ന സാലറി ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല, ഹാപ്പി സാലറി ആയിരിക്കില്ല. പക്ഷെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു 40-50 കിട്ടുന്ന സാലറി
കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സാലറി ആയിരിക്കും, അല്ലെ ഹാപ്പി സാലറി ആയിരിക്കും. ഈ സാലറി നമുക്ക് ജോലി ചെയ്യാതെ കിട്ടണം, വിത്ത് ഇൻക്രിമെന്റ് കിട്ടണം. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആര് തരും? നമ്മുടെ റിസോഴ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരണം. പണ്ട് പറയൂലേ, ആളുകൾ കർഷകരായിരുന്ന സമയത്ത് പാരൻസിന്റെ ഫീൽഡിലാണ് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവർ ജോലി ചെയ്യുന്നത് വല്ലോന്റെയും പാടത്തും പറമ്പിലുമാണ്. അപ്പോൾ ഇന്ന് പാരൻസിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം പതുക്കെ ആളുകൾക്ക് കുറയുകയാണ്. അവനവന്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് സൂപ്പർ ആനുവേഷൻ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തേക്കാളും കൂടുതൽ നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കേണ്ടി വരും. ഈ ഒരു സിറ്റുവേഷനെയാണ് പറയുന്നത് സൂപ്പർ ആനുവേഷൻ എന്ന്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് എസ്റ്റേറ്റ്. നമ്മൾ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ബാക്കി വരുന്ന അസറ്റ്സിനെ പറയുന്നതാണ് എസ്റ്റേറ്റ്. ഒരു സക്സസ്ഫുൾ പേഴ്സണ് എസ്റ്റേറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇന്നത്തെ പ്രശ്നം നമ്മൾ എത്ര നാളെ മരിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അബദ്ധത്തിൽ 100 വയസ്സ് ജീവിച്ചാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ആലോചിക്കേണ്ടത്. സോ ഇതാണ് 3 സ്റ്റേജസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിൽ? സർ അതൊന്നുകൂടി ക്ലിയർ ആയിട്ടൊന്ന് പറയാമോ? മനസ്സിലായി. ഏത് പോയിന്റ് ആണ് വേണ്ടത്? ഈ എസ്റ്റേറ്റ് പറഞ്ഞത് എന്തായിരുന്നു? എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാലശേഷം ബാക്കി വരുന്ന അസറ്റ്സിനെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായ ഡെഫിനേഷൻ ഇല്ല എങ്കിൽ കുട്ടികൾ ഇടിപിടിക്കും, അല്ല നാട്ടുകാർ ഇടിപിടിക്കും. സോ യു ഹാവ് ടു പ്ലാൻ ഇറ്റ് പ്രോപ്പർലി. നമ്മുടെ സമയത്ത് തന്നെ ചെയ്തു വെക്കണം. എത്ര പേരാണ് വിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത്? പലരും മറന്നു പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്, പ്ലാനിങ് എല്ലാം ഉണ്ട്. ചുമ്മാ വിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ കൂടി ഞാൻ പറഞ്ഞല്ലോ, എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സോ അബദ്ധത്തിൽ 100 വയസ്സ് ജീവിക്കുന്ന ഒരു പ്ലാനിങ്ങിൽ വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല, നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അല്ലേ, റിസ്ക് എന്ന് പറയുന്ന ഒരു പദം നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. മാർക്കറ്റ് ഈസ് റിസ്കി, അത് റിസ്കി, ഇത് റിസ്കി ഒക്കെ പലതും പറയാറുണ്ട്. എന്താണ് റിസ്ക്? നമ്മൾ റിസ്ക് എടുക്കാറുണ്ടോ? സലീന മാഡം, ആർ യു ടേക്കിംഗ് റിസ്ക്? ആർ യു എ റിസ്ക് ടേക്കർ? Not really. അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. Yes, not really. നോട്ട് റിയലി. I said no. പക്ഷെ No. അത് ശരിയല്ല. കാരണം നമ്മൾ Yeah, I know. രാവിലെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ഭയങ്കര റിസ്ക് എടുക്കുന്ന പുറത്തോട്ട് പോകുമ്പോൾ. സോ കാൽക്കുലേറ്റഡ് റിസ്ക് നമുക്കാവാം. ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള റിസ്ക് ആണ് ലൈഫിലുള്ളത്. ഒന്ന് റിക്കവറബിൾ റിസ്ക്, ഒന്ന് നോൺ റിക്കവറബിൾ റിസ്ക്. ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആകുമെന്നൊക്കെ പറയുന്നത് നോൺ റിക്കവറബിൾ ആണെന്ന് പറയാം. മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂല. കാരണം എല്ലാം സിക്ലിക്കലാണ്. അതായത് എവറി ഡേ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ മനോഭാവം വളരെ മോശമാണ്. 1% പോലും ആളുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, ചിട്ടി, ഇതുപോലത്തേക്കുള്ള പ്രൊഡക്റ്റ് ആണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്സിലോട്ടൊക്കെ പതുക്കെ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ പേടിയാണ്. എല്ലാവരും പറയുന്നത് റിസ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ കുറിച്ചൊക്കെ പിന്നീട് സമയമുണ്ടെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യാം. സോ നെക്സ്റ്റ് ടോപ്പിക്, എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഒരാൾ ചേസ് ചെയ്യേണ്ടത്? ഒരു കേസ് സ്റ്റഡിയിലൂടെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഒരു എക്സൽ ഷീറ്റ് ഞാൻ എടുക്കുകയാണ്. ഒരു കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊരു ജനറൽ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ 3 ആയിട്ടാണ് തിരിക്കേണ്ടത്. ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണുന്നുണ്ടോ? Yes. Clear. നമുക്ക് കിട്ടുന്ന വരുമാനത്തെ 3 ആയിട്ട് തിരിക്കാം ജനറലി. ഒന്ന്, മന്ത്ലി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 40% മാറ്റി വയ്ക്കാം, ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ. റിമൈനിങ് 40% ക്യാൻ ബി യൂസ് ഫോർ പ്രീ ബഡ്ജറ്റഡ് റിക്വയർമെന്റ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് ഇതിനെ പറയാം. വരാൻ സാധ്യതയുള്ള ചെലവിന് വേണ്ടി മാറ്റി വയ്ക്കാം. അൺഫോർസീൻ ആണതെല്ലാം. പിന്നെ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതും അല്ലെ അൺഫോർസീൻ ആയിട്ടുള്ളതും വേണ്ടിയിട്ട് നമുക്കൊരു 40% അക്യുമുലേറ്റ് ചെയ്യാം. സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നത് വരെ നമുക്ക് ആ പ്രീ ബഡ്ജറ്റഡ് റിക്വയർമെന്റിനോ അൺഫോർസീൻ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടോ മാറ്റിവെക്കാം. മൂന്നാമത്തത് ഒരു 20% നമുക്ക് കമ്പൽസറിലി ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ 80% നമുക്ക് കൺസ്യൂം ചെയ്യാനും 20% നമ്മൾ പേഴ്സണൽ ആകേണ്ട ഒരു സ്പേസ് ആണ്. ഇനി ഒരു എക്സാമ്പിളിലൂടെ ഞാനത് ഇലസ്ട്രേറ്റ് ചെയ്യാം. ഒരു വ്യക്തിക്ക് ഇനിഷ്യൽ ഏജ് 25 ഒരു 30,000 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ, ഇയാള് 10% ആനുവൽ ഗ്രോത്ത് സാലറിയിലുള്ള ഒരാൾ 20% ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 66,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ആനുവൽ ഗ്രോത്ത്, ക്യുമുലേറ്റീവ് ഗ്രോത്ത് ഞാൻ 18% ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇത് പ്രകാരം ഫസ്റ്റ് മന്ത് ഗ്രോത്ത് ഒരു 90 റുപ്പീസ് കിട്ടുന്നു. ക്ലോസിംഗ് ഈ നമ്പർ 6090 ആകുന്നു.
അടുത്ത മാസം 6090 ഓപ്പണിംഗ് ആണ്, 6000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 189 ഗ്രോത്ത് വന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 10% ഇൻക്രിമെന്റ് വന്നു. 13ാമത്തെ മാസം സാലറി 3300 മാറി. കോൺട്രിബ്യൂഷനും ഒരു 6600 ആക്കി മാറ്റി, 10% കൂട്ടി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ ഒരു 60 മന്ത്സ് കൊണ്ട് ഇവിടെ ഇവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെൽത്ത് 6,91,000 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ആ സമയത്ത് സാലറി 43,000 ആകുന്നു 5 വർഷം കൊണ്ട്. 10 വർഷം കൊണ്ട് 28 lakhs ആകുന്നു. ഒരു 240 മന്ത്സ് 20 years കൊണ്ട് ഇതൊരു 2.4 crores ആകുന്നു. സാലറി ആ സമയത്ത് 1.83 lakhs ആണ്. നമുക്കൊരു 360 മന്ത്സ്, അതായത് ഒരു 30 വർഷം കൊണ്ട് വെൽത്ത് 16 കോടിയായി മാറുന്നു. സാലറി 4.75 ലക്ഷമാണ് ആ സമയത്ത് സാലറി. ഈ സമയത്ത് നമുക്ക് പോസിബിൾ വിഡ്രോവല് 12 ലക്ഷം രൂപ പോസിബിൾ വിഡ്രോവലാണ്. നമുക്ക് ഈ 360 മാസത്തെ ഒരു ചേസിംഗ് റിട്ടയർമെന്റ് ആയിട്ട് കണക്കാക്കാം ഏകദേശം. ഇങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് ഞാൻ കൊണ്ടുപോവാണ്. 360 മാസത്തിൽ നമുക്ക് കോർപ്പസ് ഇത്ര ഉണ്ട്. ലാസ്റ്റ് കിട്ടിയ സാലറി ആയ 4,75,000 രൂപ വിഡ്രോ ചെയ്യാൻ തുടങ്ങുകയാണ് ജോലി ചെയ്യാതെ. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് 10% കുറച്ചു. റിട്ടയർമെന്റ് സ്റ്റേജ് ആണ്, അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ 4,75,000 rupees മന്ത്ലി വിഡ്രോവൽ എടുത്ത് പോകുന്ന ഒരു വ്യക്തിക്ക് 7% ഒരു വർഷം ഇൻക്രിമെന്റ് കൊടുത്ത് പോവാണ്. ഇപ്പോൾ 25 വയസ്സുള്ള ആള് 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 55 വയസ്സായി. അടുത്തൊരു 54 വർഷം വരെ ഇതേപോലത്തെ വിഡ്രോവൽ 7% ഇൻക്രീസ് എവറി ഇയർ കൊടുത്ത് മുന്നോട്ട് പോയാൽ ബാലൻസ് എത്തുന്നത്, ഇതൊരു ബാലൻസ് ഗ്രാഫാണ്. എവിടെയാണ് നമ്മുടെ ബാലൻസ് നിൽക്കുന്നത്? ബാലൻസ് നിൽക്കുന്നത് 450 കോടി രൂപ ബാലൻസ് ഉണ്ട്, എസ്റ്റേറ്റ് ബാലൻസ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 360 പകരം ഒരു 300 മാസത്തെ പ്ലാനിങ് ചെയ്താൽ നമുക്ക് ഈ ഗ്രാഫ് ക്ലോസിംഗ് എസ്റ്റേറ്റ് ബാലൻസ് നേരെ താഴോട്ട് പോയി നേരത്തെ തന്നെ. കാര്യം ഇവിടെ ചെലവ് 7% ഇൻക്രീസ് എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ ഇതിനെ ഒരു 4% ആക്കി മാറ്റിയാൽ ഇതെല്ലാം പോസിറ്റീവായി മാറി. 5% ആക്കിയാലും നേരെ താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിക്ക് ഒരു 4% ഇൻക്രീസിൽ ആനുവൽ ഇൻക്രിമെന്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു 360 മാസം പോയാൽ അയാൾക്ക് 360 മന്ത്സ് ആണ് നമ്മൾ റിട്ടയർമെന്റ് പീരീഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ചൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ ചേസിംഗ് റിട്ടയർമെന്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 7% ഇൻക്രീസ് എടുത്താലും കോർപ്പസ് എന്ന് പറയുന്നത് ഈ 450 കോടി കോർപ്പസ് വരും. ഇതൊരു ഇലസ്ട്രേഷൻ ആണ്. 30,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തി 150 വയസ്സിൽ മരിച്ചപ്പോൾ 450 കോടിയായിട്ട് പോകുന്നു. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇന്ന് ആളുകളുടെ ഒന്നും കാണാറില്ല. നമ്മളെടുത്തത് വെറും 20% മാത്രമാണ് മാറ്റിവെച്ചത്. പേഴ്സണലി മാറ്റിവെച്ചത് വെറും 20% ആണ്. ഇനി ഓരോരുത്തരുടെയും റിക്വയർമെന്റ്, ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എടുത്ത് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഓരോരുത്തരുടെയും റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്, ആസ്പിറേഷൻസ് ഡിഫറെന്റ് ആണ്. അതുപോലെ ഇവിടെ ഒരാള് 20% പകരം 30% ഇടാൻ പറ്റും. നമുക്ക് എന്താണ് ഈ പ്രീ ബജറ്റഡ് റിക്വയർമെന്റ്, അതല്ലെങ്കിൽ ലിക്വിഡിറ്റി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റിയാൽ നമുക്ക് 20% പകരം 60% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അയാൾക്ക് വേണമെങ്കിൽ നേരത്തെ ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 20 years തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ കുറെ സ്മാർട്ട് മെത്തേഡ് ഉണ്ട്. കുറെ സ്മാർട്ട് മെത്തേഡിലൂടെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അസറ്റ് ക്ലാസിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ഓരോ പെർസെൻറ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ഒരു 1% ഇമ്പാക്റ്റിനെ കുറിച്ച്, എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന 1% ഇമ്പാക്റ്റ് എന്നുള്ള ഒരു ഇലസ്ട്രേഷൻ ആണിത്. അതായത് അതായത് നോർത്തിലൊക്കെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് മാർവാടികളൊക്കെ അവരുടെ കുട്ടികളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ബേട്ട എക് ടക്ക ഭി കഭി ഛോഡ്നാ നഹീ എന്ന് പറഞ്ഞാൽ 1% പോലും നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ പരമ്പരയ്ക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാകുമെന്നാണ് അവർ പഠിപ്പിച്ചു കൊടുക്കാറ്. അതുകൊണ്ട് ചില കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ്, അവർക്ക് അവയർനെസ് കിട്ടുന്നുണ്ട്. 1% പോലും കളയരുത് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. ഇത് അതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ്.
ഇതൊരു 34 വയസ്സുള്ള ഒരാള് ഒരു 2,50,000 വെച്ച് ഒരു 11 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ 15ാമത്തെ മാസം മുതൽ, അത് 11 മാസം ഇൻവെസ്റ്റ് ചെയ്യുക, 12, 13, 14 വർഷം ഒന്നും ചെയ്യണ്ട. 15ാമത്തെ വർഷം മുതൽ 32 ലക്ഷം 3,20,000 എല്ലാ വർഷവും കിട്ടും. ഇയാള് ഒരു 100 വയസ്സ് വരെ ജീവിച്ച് ഈ 3,20,000 കിട്ടി മരിച്ചു പോയാൽ ഡിപ്പെൻഡൻസിന് ഒരു 30 ലക്ഷം രൂപയുടെ അഡീഷണൽ കിട്ടും. ഇത് ഈ 2.5 ലക്ഷത്തിന് പകരം നമ്മളൊരു 10 ലക്ഷം രൂപയാണ് ഇടുന്നതെങ്കിൽ ഒരു വർഷം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പോവാം. 15 വർഷം മുതൽ 12,80,000 രൂപ എല്ലാ വർഷവും കിട്ടും. 11 വർഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതൊരു 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ഇത്രയും പൈസ കിട്ടും. അതായത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇൻറ്റു 10 ടൈംസ്, അതായത് 1 കോടി രൂപ അഡീഷണൽ കിട്ടും. അതായത് കണ്ടല്ലോ, 1 കോടി രൂപയാണ് അഡീഷണൽ കിട്ടുന്നത്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 11 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 15ാമത്തെ വർഷം മുതൽ 12,80,000 കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത 100 വയസ്സ് വരെ ജീവിച്ചാലും മരിച്ചു പോയി കഴിഞ്ഞാൽ 1 കോടി രൂപ ഫാമിലി മെമ്പേഴ്സിന് കിട്ടും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകൾ പറയാറ് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് പറയാറ്. പക്ഷെ ഇതിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്ന ഒരു 6.68% ആണ് കിട്ടുന്ന ക്യുമുലേറ്റീവ് റിട്ടേൺ. 67 വർഷം കൊണ്ട് കിട്ടുന്ന കേട്ടോ. 6.68% ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യുമുലേറ്റീവ് റിട്ടേൺ. ഞാൻ ഈ സെയിം സംഭവം 10 ലക്ഷത്തിന് പകരം ഒരു 9,80,000 11 വർഷം ഇൻവെസ്റ്റ് ചെയ്യുക. 6.868 പകരം ഞാൻ 7.68, 1% കൂടുതൽ റിട്ടേണിൽ ഈ ഒരു സിസ്റ്റം മാനേജ് ചെയ്താൽ എല്ലാ വർഷവും ഒരു 9.8 lakhs ഇൻവെസ്റ്റ് ചെയ്യുക, 20,000 രൂപ മാറ്റി വെച്ചിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പീരീഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇവിടെ അങ്ങനത്തെ ഒരു അഡീഷൻ കൂടിയുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ നമ്മൾ മരിച്ചു പോകുക എന്തെങ്കിലും ചെയ്താൽ ഫാമിലി മെമ്പേഴ്സിന് 1 കോടി രൂപ കിട്ടും, വേറെയും കിട്ടും. ഇതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് ഒരു 9,80,000 ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. 11 മാസം, 15ാമത്തെ മാസം മുതൽ വിഡ്രോ ചെയ്ത് പോവാണ്. പക്ഷെ ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 6.68 പകരം 7.68 ആണെങ്കിൽ ബാലൻസ് വരുന്നത് 25 കോടിയുണ്ട്. ബാലൻസ് 26 കോടി കാണും. ഈ 1 കോടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ 25 കോടി രൂപ കൂടുതൽ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത് 1% ഇമ്പാക്ട് ലോങ് ടൈം വരുന്ന വ്യത്യാസം. ഇതിനൊരു 7.65 പകരം ഞാനൊരു 15% ആക്കിയാൽ ഈ വരുന്നത് ഒരു 5,471 കോടി രൂപ അഡീഷണൽ വരുന്നുണ്ട്. 1% വ്യത്യാസം വരുന്നത് 25 crores ആണെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ലൈഫിൽ 1% വരെ നമുക്ക് നിസ്സാരമല്ല, അത് ലോങ് ടൈമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഗോൾഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അസറ്റ് ആണ് ലോങ് ടൈം മാനേജ് ചെയ്യാനായിട്ട്. അതായത് 1964 സ്വർണത്തിന്റെ വില 63 രൂപയായിരുന്നു. 10 ഗ്രാമിന് 24 ക്യാരറ്റ് 10 ഗ്രാം സ്വർണത്തിന്റെ വില 63 രൂപയായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ പോയി 1975 540 രൂപയായി മാറി. 2 വർഷം താഴെ വന്നു, വീണ്ടും അത് മുകളിൽ പോയി. എവിടെ നിന്നാണോ താഴെ പോരാൻ തുടങ്ങിയത് അതിനേക്കാളും മുകളിൽ പോയി. വീണ്ടും തുടർച്ചയായിട്ട് മുകളിൽ പോവാണ്. 96 വരെ മുകളിൽ പോയി. അതിനുശേഷം ഒരു 6 വർഷം താഴെ വന്നു. 7ാമത്തെ വർഷം വീണ്ടും എവിടെ നിന്നാണോ താഴെ പോകുന്നത് അതിനേക്കാളും മുകളിൽ പോയി. വീണ്ടും തുടർച്ചയായിട്ട് മുകളിൽ പോവാണ്. വീണ്ടും താഴെ വന്നു കുറച്ച് നാൾ, വീണ്ടും മുകളിൽ പോയി, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും മുകളിൽ പോകുന്നു. ഇപ്പോൾ ഒരു 69,000 രൂപയാണ് 10 ഗ്രാം തങ്കത്തിന്റെ വില. ക്യുമുലേറ്റീവ്ലി ഇതുവരെ സ്വർണം അപ്രീഷിയേറ്റ് ചെയ്തേക്കുന്നത് 12.5%. അതായത് ഇത് സ്വർണത്തിന്റെ ചാർട്ടാണ്. എത്ര താഴെ വന്നാലും ഇത് മുകളിലേ പോയിട്ടുള്ളൂ. വീണ്ടും എന്തുകൊണ്ട് സ്വർണത്തിന്റെ വില മുകളിൽ പോകുന്നു? ആളുകളുടെ അഫോർഡബിലിറ്റി ആണ്. രാജ്യത്ത് വെൽത്ത് കൂടുകയാണ്, മുകളിൽ പോവാണ്. നമ്മുടെ രാജ്യത്തെ എക്കണോമി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് ഇത്തരം സാധനങ്ങളുടെ വില മുകളിലേ പോവുള്ളൂ. പ്രോപ്പർട്ടിയുടെ പ്രൈസ് മുകളിലേ പോവുള്ളൂ. കാരണം യുണിക്കാണ്. ഈ സാധനങ്ങളൊക്കെ വേറെ ഇല്ല, അഡീഷണൽ ഇല്ല, ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ വില കൂടുള്ളൂ, കുറയില്ല. പക്ഷെ അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വർണം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ പറ്റും. പറമ്പ് ഉപയോഗിച്ച് ലിക്വിഡിറ്റി കിട്ടാൻ പാടാണ്. അപ്പൊ സ്വർണം ഒരു കരുതലായിട്ട് എല്ലാവരും വെച്ചേക്കുന്നത്. സ്വർണം ആരെങ്കിലും വിൽക്കാൻ വേണ്ടി വാങ്ങാറുണ്ടോ? ആരും സ്വർണം വിൽക്കാൻ വേണ്ടി വാങ്ങാറില്ല. ഇതൊരു കരുതലാണ്. അത്യാവശ്യം വന്നാൽ പണയം വെക്കും, ഒരു രക്ഷയില്ലെങ്കിലേ വിൽക്കുള്ളൂ. നമ്മുടെ DNA അതുണ്ട്. ഗവൺമെന്റുകൾ വരെ ഏറ്റവും കൂടുതൽ കരുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്വർണത്തെയാണ്.
അപ്പൊ സ്വർണം എപ്പോഴും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ആവാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഗ്രാൻഡ് കിഡിന്റെ കല്യാണത്തിന് ഒരു സ്വർണം ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര പൈസ കൊടുക്കണമെന്ന് അറിയാവോ? ആരെങ്കിലും ഒരാൾ യങ്സ്റ്റർ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഇന്നൊരു ഫോർ എക്സാമ്പിൾ ഒരു 35 വയസ്സുള്ള ഒരാൾ, അയാളുടെ കുട്ടിയുടെ പ്രായം ഒരു 12 വയസ്സുള്ള കുട്ടിയുള്ള ഒരാളാണെങ്കിൽ ഈ കുട്ടിക്ക് കല്യാണ പ്രായമൊക്കെ എത്തുമ്പോൾ ഏകദേശം 25 വയസ്സാവും. അപ്പോൾ 25 - 12 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര? 13 വയസ്സ്. ഈ കുട്ടിക്ക് കുട്ടി ഉണ്ടാവാൻ ഒരു 2 വയസ്സ് പ്ലസ് അതിന്റെ കുട്ടി ഉണ്ടാവാനായിട്ട് ഒരു കുട്ടിയുടെ കല്യാണത്തിന് ഏകദേശം ഒരു 25 വയസ്സ് പിടിക്കുക. 40 വർഷം കൊണ്ട് സ്വർണത്തിന് ഉണ്ടാവുന്ന വ്യത്യാസം 35 + 40 എന്ന് പറഞ്ഞാൽ 40 വർഷം കൊണ്ട്. അപ്പോൾ ഇന്ന് 2024 ആണെങ്കിൽ അടുത്ത 40 വർഷം കൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. 35 വയസ്സുള്ള ഒരാള് 35 + 40 വർഷം കൊണ്ട് സ്വർണത്തിന്റെ 75 വയസ്സില് സ്വർണത്തിന്റെ വില 79 ലക്ഷം രൂപയാവും. 10 ഗ്രാമിന്റെ വില. ഞാൻ കൂട്ടിയേക്കുന്നത് ഈ അപ്രീസിയേഷനെ കൂട്ടിയിട്ടുള്ള 12.59% റിട്ടേൺ വെച്ച് മുന്നോട്ട് പോയാൽ 2064 ഇദ്ദേഹത്തിന് ഈ 35 വയസ്സുള്ള ആൾക്ക് 75 വയസ്സാകുമ്പോഴത്തേക്ക് സ്വർണത്തിന്റെ വിലയായിരിക്കും 79,000 രൂപ. വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിച്ചോളൂ. സോ ഇപ്പൊ സ്വർണത്തെ ഒരു കരുതൽ ധനമായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇതിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു പ്ലാനിങ് സ്റ്റേജിൽ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ ചെലവാക്കി പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങല്, വീട് വയ്ക്കല്, വീടിലെ ഫർണിഷിങ്, കുട്ടികളുടെ വിവാഹം, ഇതിനൊക്കെ പൈസ നമ്മൾ ചെലവാക്കിയിട്ട് വേണം വീണ്ടും നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഈ മുടക്കുന്ന കാശ് വരെ നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും. സ്മാർട്ട് പ്ലാനിങ്ങിലൂടെ, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇൻഡിവിജ്വൽ പ്ലാനിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാറ് എങ്ങനെ പക്ഷെ അതിനകത്തൊന്നും സമയമില്ല, നമുക്ക് പിന്നീട് അവസരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പൊ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. ഇതാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ ശതമാനത്തിന്റെയും ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. അതായത് നമ്മളുടെ വെൽത്ത് ഒരു 6% ഗ്രോ ചെയ്യുവാണെങ്കിൽ 12 വർഷം വേണം അത് ഇരട്ടിയാവാനായിട്ട്. ഒരു 30 വർഷത്തെ പ്ലാനിങ്ങിൽ 12 വർഷം ഡിവൈഡ് ബൈ 30 നോക്കിയാൽ 2.5 ടൈംസ് ആണ് ഇത് ഡബിൾ ആവുന്നത്. അതായത് ഒരാൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് 6% ഗ്രോത്ത് ആണെങ്കിൽ 12 വർഷം കഴിയുമ്പോഴത്തേക്ക് 2 ലക്ഷമായി മാറും. 24 വർഷം കൊണ്ട് അത് 4 ലക്ഷമായി മാറും. 30 വർഷം കൊണ്ട് 6 ലക്ഷം രൂപയാവും. ഇതൊരു 12% ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ ഇതൊരു 6 ഇയേഴ്സ് മതി ഇരട്ടിയാവാൻ. 5 പ്രാവശ്യം 30 വർഷത്തെ ടെനറിൽ ഒരു 5 ടൈംസ് ഇരട്ടിയാവും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 64 ലക്ഷം രൂപയായി മാറും. കാരണം 1, 2, 3, 4, 5 ഇതൊരു പ്രാവശ്യം 2, 3, 4, 5 പ്രാവശ്യം 32 lakhs ആയി മാറും. അത് ഇതൊരു 18% ആണെങ്കിൽ 7.5 ടൈംസ് ഗ്രോ ചെയ്യും. ദാറ്റ് മീൻസ് അതൊരു 1.92 crores ആയി മാറും. സെയിം എമൗണ്ട് ഇൻവെസ്റ്റഡ് വിച്ച് ഈസ് ഗ്രോയിങ് ഇൻ മൾട്ടിപ്പിൾ. ഇപ്പൊ നമ്മളുടെ അസറ്റ്സിന് ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ബെറ്റർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാനായിട്ട് കുറുക്ക് വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന്, നമ്മളുടെ കോൺട്രിബ്യൂഷൻ. യു കോൺട്രിബ്യൂട്ട് ഹൈ. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ഗ്രോ ഹൈ. ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് കോൺട്രിബ്യൂട്ട് മോർ ആൻഡ് ഗ്രോ ഹൈ. ഈ 2 കോൺസെപ്റ്റിലൂടെ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും വേഗം. ക്ലിയർ ആണല്ലോ? ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾമോസ്റ്റ് ദ ടോപ്പിക് വിച്ച് ഈസ് റിലവന്റ് അറ്റ് ദിസ് കോണ്ടെക്സ്റ്റ്. Thank you so much for listening, and you can start asking questions. Thank you so much, sir. This was really an eye-opener. Though we have ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി ഇപ്പോഴാണ് ആ ഒരു ഈ SIP പോലും SIP ഒക്കെ കുറച്ചു കാലം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ റിസ്ക് പറഞ്ഞ് ചേരാൻ ഒരുപാട് മടിക്കുന്നവരെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, യു ഹാവ് given a clear picture. Sir, sharing ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കായിരിക്കും തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം ഓരോരുത്തർക്കായിട്ട്
അഭിപ്രായങ്ങൾ പറയാം, ചോദിക്കാം. ഒരു വലിയ ടോപ്പിക്കിനെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി തന്നതിന് ഒരുപാട് നന്ദി. Thank you. യെസ്, ജോസഫ് സാറേ. ജയശ്രീ മാം. യെസ്, ആ ആരെങ്കിലും സംസാരിക്കട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പറയുന്ന മാതിരി സെലീന മാം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഐ ഓപ്പണർ ആയിരുന്നു. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ സാർ? ചോദിച്ചോളൂ. ഒരു സാധാരണ ഒരു ആൾക്ക്, അതായത് ഒരു ഓർഡിനറി പേഴ്സണ് നമ്മുടെ FD RT പിന്നെ നമ്മുടെ LIC ഗോൾഡ്, ഇത് നാലോണം, അതല്ലാതെ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതായിരിക്കും നല്ലത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ക്വസ്റ്റ്യൻ വളരെ റിലവന്റ് ആണ്, പക്ഷെ ആൻസർ കുറച്ച് ഇലോബറേറ്റീവ് ആണ്. ഇതിന്റെ ഓരോ വ്യക്തിയുടെയും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് വേണം അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരാൾക്ക് ഡിഫൈൻഡ് ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട 3 ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോ. ഒരാളുടെ കയ്യിൽ എക്സാമ്പിൾ പറയാം, അല്ല മാഡം തുറന്നെല്ലാം എന്തൊക്കെയാന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ, അപ്പോൾ നമ്മുടെ പേഴ്സണൽസ് ശരിയാവില്ല. അതുകൊണ്ട് ഇതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കാണ്. മേ ബി ഐ ക്യാൻ ഷെയർ മൈ നമ്പർ, ബട്ട് ഈ ക്വസ്റ്റിന് ആൻസർ എന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഉള്ള വരുമാനം, ടോട്ടൽ ഉള്ള പൈസ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോയ്ക്ക് മാത്രമേ തികയുന്നുള്ളെങ്കിൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്യാഷ് ഫ്ലോയ്ക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ തികയുന്നില്ല എങ്കിൽ അവിടെ ഫണ്ടമെന്റൽ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ക്യാഷ് ഫ്ലോ റിക്വയർമെന്റ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ LIC ആരാണ്? LIC മീൻസ് ഇൻഷുറൻസ്. ഞാൻ ഉദ്ദേശിക്കുന്ന LIC എന്ന് പറയുന്നത് ഞാൻ ഇൻഷുറൻസ് ആക്കി ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. ഇൻഷുറൻസ് എന്താണ് ഒരാളുടെ ഇൻഷുറൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്? അവരുടെ വരുമാനത്തിന്റെ, അവരുടെ ഫിനാൻഷ്യൽ അബ്സൻസ് ഡിപ്പെൻഡൻസിന് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇക്വലന്റ് ആയിട്ടുള്ളതായിരിക്കണം ഒരാളുടെ ഇൻഷുറൻസ് കവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരാൾക്ക് ഇൻഷുറൻസ് കവർ എന്ന് പറയുന്നത് 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ കിട്ടിയാലും പറ്റില്ല. അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കുറഞ്ഞ 1 കോടി രൂപയെങ്കിലും ഇൻഷുറൻസ് കവർ ഉണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് പ്രൊട്ടക്റ്റഡ് ആവുള്ളൂ ഇന്നത്തെ കണക്കിൽ. അപ്പോൾ ഇൻഷുറൻസ് സഫീഷ്യന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, പേരിനല്ല എടുക്കേണ്ടത്. ഒരാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാൾ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? യെസ് മാഡം. വേറെ അതായത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ആരാണ്? അയാൾക്ക് ഡിപ്പെൻഡൻസിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഏതാ ഇൻവെസ്റ്റ്മെന്റാ പറഞ്ഞ മാഡം? നമ്മുടെ യൂഷ്വൽ FD RD ഒരാൾക്ക് FD എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് FD എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ വരുമാനം ഉണ്ടോ എന്ന് ആദ്യം നോക്കും. അതായത് പെൻഷനർ ആണോ മാഡം? ഒരു പെൻഷനർ ആണോ? എന്താണ്? യു ആർ വർക്കിംഗ് നൗ. അപ്പൊ സാലറി ഉള്ള ഒരാള്, സാലറി ഉള്ള വർക്കിംഗ് ആണ്, സാലറി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് സാലറി ക്യാഷ് ഫ്ലോയ്ക്ക് തികയുമെങ്കിൽ അത് ടാക്സബിൾ ആണെങ്കിൽ FD നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ നോൺ ടാക്സബിൾ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. വിൽക്കുന്ന സമയത്തെ ടാക്സ് വരുള്ളൂ. മാഡം ഇപ്പോൾ സാലറീഡ് ആണ്, ടാക്സബിൾ സാലറി കിട്ടുന്ന വ്യക്തിയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ FDയെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ലൈഫിൽ വേണം, എന്നാലും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. FDയുടെ ഗ്രോത്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി FDക്ക് പകരം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സിലോട്ട് മൂവ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സോ ഇക്വിറ്റിയിലോട്ടോ ആവാം. അതിനു മുമ്പ് നമ്മുടെ ലിക്വിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എമർജൻസി മണി വരുമ്പോൾ നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. അതിനുള്ള എമർജൻസി മണി തരപ്പെടുത്തി വച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകാം. കാരണം ഇക്വിറ്റി മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് സിക്ലിക്കൽ ആയിട്ടാണ് പെർഫോം ചെയ്യാറ്. എല്ലാ ദിവസവും ഗ്രോ ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് അല്ല ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ട്സും ഒന്നും. മാർക്കറ്റ് ഡ്രിവൺ ആണ്. മാർക്കറ്റുകൾ സാധാരണ പെർഫോം ചെയ്യുന്ന ഒരു വർഷം മുതൽ 5 വർഷം വരെ സമയം എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ 5 വർഷം കൊണ്ടേ മാർക്കറ്റ് പെർഫോം ചെയ്യുള്ളൂ. പക്ഷെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 മുതൽ 25% റിട്ടേൺ തരുന്ന സ്ഥലമാണ് മാർക്കറ്റ്. പ്രോപ്പർട്ടി ആണെങ്കിൽ അതൊരു 6 വർഷം മുതൽ 15 വർഷം എടുക്കും പെർഫോം ചെയ്യാൻ. കിട്ടുന്ന റിട്ടേൺ 6% to 12% ക്യുമുലേറ്റീവ്ലി കിട്ടാറുള്ളൂ. ഗോൾഡ് 7% to 13% ആണ് ഗോൾഡ് തരാറുള്ള റിട്ടേൺ. കാത്തിരിപ്പ് കാലാവധി 6 വർഷം മുതൽ 10 വർഷം വരെ.
FD തരുന്ന റിട്ടേൺസ് ഒരു 5% to 9% ആണ് സാധാരണ FD തരുന്ന റിട്ടേൺ. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിലും വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ FD ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ആളുകൾ ആണ് FDയിലോട്ട് പോകേണ്ടത്. വൺസ് യു അച്ചീവ് എവറിത്തിങ്, യു ഡോണ്ട് ഹാവ് എ മന്ത്ലി ഇൻകം, എങ്കിൽ കുറച്ച് പൈസ FDയിൽ നിക്ഷേപിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ഇന്ന് ജോലിയുള്ള സ്ഥിതിക്ക് സാലറി ഇൻകം ക്യാഷ് ഫ്ലോയ്ക്ക് ഉതകുന്നതാണെങ്കിൽ FD ഡിസ്കറേജ് ചെയ്യുന്നതാണ് നല്ലത്. അതിനു മുമ്പ് ചെയ്തു വെക്കേണ്ടത് ലിക്വിഡിറ്റി ശരിയാക്കി വെക്കണം, എമർജൻസി മണി ശരിയാക്കി വെക്കണം. എന്നിട്ട് FD പൊട്ടിച്ച് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇടുന്നത് നന്നായിരിക്കും. ബെറ്റർ റിട്ടേണിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് എയർലി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ആൻസർ അതാണ്. Okay. ഇനി ഉണ്ടേ Okay, ചോദിക്കാം thank you, കേട്ടോ. sir. I think I need your help. Can you please share that phone number? യെസ്, ഷുവർ. Can I call you? Yes, you can call. Okay. My activity is thank a you. passionate activity. You can call me, no problem. Okay, thank you, sir. I need your Sir, help. Sure, സാർ sure, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. sure. സാർ ഈ പറഞ്ഞ ഒരു 6% എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ആണോ? സാധാരണ ഒരു സാറിന്റെ ഒരു അഡ്വൈസിൽ ഒരാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, മീൻസ് സാലറിയുടെ എത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം? 20% ഞാൻ പറഞ്ഞല്ലോ, ഒരു 20% എങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്ത് പോകണം. അതുകൊണ്ട് വേണം ജീവിക്കാൻ നമ്മള്. കാരണം ഇവിടെ എല്ലാവരും ഫോളോ ചെയ്യുവാണ്. ഒരാൾക്ക് എന്തോരം സ്പെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെൻഡിങ് ലിമിറ്റ് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആനപ്പുറത്ത് കയറി എല്ലാവരും ജീവിക്കുന്നതെന്ന് വേണേൽ പറയാം. നമ്മള് വരുമാനത്തിനൊത്ത് വേണം ജീവിക്കാൻ. ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ. കാരണം മീൻസ് ആദ്യം ഇൻവെസ്റ്റ് സോറി ഇവിടെ കറണ്ട് പോയി. ഷുവർ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുശേഷം വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ലിമിറ്റ്സ് അല്ലേ? സെറ്റ് ചെയ്യാൻ വേണ്ട. അത് വളരെ ക്രൂരമായ ക്വസ്റ്റ്യൻ ആൻസർ ആയി പോകും. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്കറിയാം നമുക്ക് ഇത്ര ജീവിക്കാൻ വേണം എന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെങ്കിൽ റിലീജിയസ് ആയിട്ട് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്പെൻഡ് ചെയ്യാം. ആദ്യം ലിമിറ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. തിങ്കിങ് പോസിറ്റീവ് ആക്കണം. സാർ ഒരു ക്വസ്റ്റ്യൻ കൂടെ, നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സെക്ടറിലാണ്, അപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, പിന്നെ അതല്ലാതെ എടുത്തിട്ടുള്ള കുറച്ച് LIC പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോ പിന്നെ ഞാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യം ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ട് LIC അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക. കാരണം LICയിൽ നമുക്ക് കിട്ടുന്നത് ആവശ്യത്തിന് ഇൻഷുറൻസ് കവർ കിട്ടുന്നില്ല. അതായത് മണി ബാക്ക് ഇൻഷുറൻസ് അല്ലേ പറഞ്ഞേ? ടേം ഇൻഷുറൻസ് പറഞ്ഞുകൊണ്ട് LIC എന്ന് പറഞ്ഞതിനെ ഇല്ല, ഞാൻ മണി ബാക്ക് ഇൻഷുറൻസ് സ്പെസിഫിക്കലി ഞാൻ എടുത്തേക്കുന്ന ഞാൻ NPS സെക്ടർ പങ്കാളിത്ത പെൻഷന് വരുന്നതായതുകൊണ്ട് പെൻഷൻ ഫണ്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ് ഞാൻ LICയിൽ എടുത്തത്. പ്ലസ് ഇൻഷുറൻസ് കവറേജും ഉണ്ട്. NPS അല്ലേ? അതിന് NPS എന്ന് പറഞ്ഞാൽ മതി, LIC എന്നല്ല. അതെ, NPS. NPS എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇൻഷുറൻസ് കിട്ടുന്നില്ലല്ലോ NPS ഇൻവെസ്റ്റ്മെന്റ് ഇല്ല പ്ലാൻ. ഇല്ല ഇല്ല, NPSൽ ഇൻഷുറൻസ് ഇല്ല. NPS എന്നുള്ളൊരു NPS എത്രത്തോളം സ്റ്റേബിൾ ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഞാൻ. ഒരു കുഴപ്പമില്ല. NPS ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ പഴയ നോർമൽ പെൻഷനേക്കാളും ബെസ്റ്റ് ആണ് NPS. അതിനേക്കാളും കൂടുതൽ വെൽത്ത് നമുക്ക് കിട്ടും. നോർമൽ പെൻഷനിൽ നമുക്ക് നമ്മുടെ കാലശേഷം സ്പൗസിന് കിട്ടുന്നു, അതിനുശേഷം ഒന്നും കിട്ടുന്നില്ല. NPSൽ നമ്മുടെ ബാലൻസ് വരുന്ന കാശ് നമ്മുടെ ഡിപ്പെൻഡൻസിന് കിട്ടും. NPS ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. കരുതുന്ന പോലെയല്ല. സാറേ പറയൂ. സാറിന്റെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ സാറേ ഇത് ഈ ഒരു സാറ് പറഞ്ഞ തിയറി ഇല്ല, കേട്ടില്ല കേട്ടോ. പഠിപ്പിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സാറ് ഈ പറഞ്ഞ കാര്യം 20% 30 ആരും പഠിപ്പിക്കുന്നില്ല. പിന്നെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഹെൽത്ത് ഇഷ്യൂ ഹലോ സാറേ, സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. കേൾക്കാതെ? സോറി സാർ. ഓക്കെ, ഞാൻ ഓഫാക്കി. പറഞ്ഞോളൂ. അതെ, ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ആയ കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് സാർ. അതെ, തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ സേഫ്റ്റിക്ക് ആവശ്യമാണ്.
പിന്നീട് സാറ് പറയുന്നത് സാധാരണ ഇൻഷുറൻസ് പോളിസികളൊന്നും അത്രമാത്രം ഇത് തരുന്നില്ല, അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, പിന്നെ അതെ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഈ നിക്ഷേപിച്ചാലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലൊന്നല്ല, ഏറ്റവും കൂടുതലൊന്നല്ല, ഏറ്റവും സെക്യൂർഡ് ആണ്. കാരണം ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ RBIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? RBI അല്ല, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിൽ ഒരു FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു? RBIയിൽ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബാങ്കിൽ FD ഇടുന്നത്. ബാങ്കിങ് ഇൻഷുറൻസ് പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ ഇൻഷുറൻസ് പരിരക്ഷയില്ല. എന്നാലും ബാങ്ക് പൊട്ടിയിട്ടുള്ള കഥകൾ നമുക്കിവിടെ ഇന്ത്യയിൽ കേൾക്കാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്യാം. അതിനേക്കാളും ശക്തമായ ബോഡിയാണ് സെബി. സെബിയാണ് മ്യൂച്വൽ ഫണ്ട്സിനെ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ആണ് കിട്ടുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന റിട്ടേൺ ഒരു 10 മുതൽ 20% റിട്ടേൺ അടുത്ത 25 വർഷത്തിന്റെ കാലയളവിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് കിട്ടും എന്ന് വിശ്വസിക്കാം. ഇതൊന്നും ഡെയിലി ഗ്രോയിങ് പ്രൊഡക്റ്റ് അല്ല. സാറ് പറയുന്നത് എന്തോ ഗ്രോത്ത് ഫണ്ട് കുറച്ച് റിസ്ക് കൂടുതലല്ലേ സാർ, അല്ലെങ്കിൽ സാധാ ഫണ്ടാണോ സാർ ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫണ്ട് തന്നെയാണ് നല്ലത്. ഗ്രോത്ത് ഫണ്ട് തന്നെയാണ് നല്ലത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇതിലെ ഡീറ്റെയിലിംഗ് ശരിക്കും കൺവിൻസിംഗ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. അത്തരം കാര്യങ്ങൾക്ക് നേരിട്ട് വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ, കൃത്യമായിട്ട്. സാറിന്റെ കോണ്ടാക്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണേ സാർ. ഒന്ന് ജോസഫ് സാർ ഒന്ന് ഷെയർ ചെയ്യോ, അതോ ഞാൻ കൊടുക്കണോ ഇപ്പോഴേ? ഞാനൊന്ന് തന്നാലോ, സ്ക്രീനിലൊന്ന് ഇട്ടേക്കാമോ ആരെങ്കിലും? കോർഡിനേറ്റർ 907459 അറിയാലോ. നമ്പർ ജോസഫ് സാറിന്റെ അടുത്ത് ചോദിച്ചാലും കിട്ടും. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ടൈം ഏകദേശം 8 മണിന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ പ്രോഗ്രാം. ഓക്കെ, കുഴപ്പമില്ല സാർ, ഞാൻ ജോസഫ് സാറിനെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞേക്കാം. 907 ചോദിച്ചവർക്ക് കൊടുത്തോളൂ. 907 എഴുതാമോ മാഡം? 907-459-4067. ഓക്കെ, 907-459-4067. ഓക്കെ, പ്രോഗ്രാം ഏകദേശം 8 മണിയാണ്. ഏകദേശം ടൈം ആയി. ആയിക്കോട്ടെ. അപ്പോ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്. അതെ, നമ്മളെ പ്രതീക്ഷ പോലെയല്ല. ഞാൻ ഈ അടുത്ത് എനിക്ക് അനുഭവമുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ഒരാളോട് ട്രേഡ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, കുറെ ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അദ്ദേഹം 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് റിട്ടേൺസ് ഒക്കെയാണ് ഇത് കിട്ടി തുടങ്ങിയത്. കാരണം ഇത് അദ്ദേഹവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമ്മളുടെ ഇടയിലേക്ക് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കേസ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സെലീന മാഡം, KCB ജില്ലാ പ്രസിഡന്റാണ്. അതുപോലെ KCB എറണാകുളം ജില്ല സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷൈജു സാറ്, എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു. മനോജ് സാറേ, പറയൂ. എന്തായാലും കറക്റ്റ് ടൈം തീർന്നു അല്ലേ? അതെ അതെ. ഇത് ഇങ്ങനെ ഓൺലൈൻ പറയുന്നതിനൊക്കെ ഒരു പരിമിതി, 1 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ലല്ലോ. പിന്നെ പേഴ്സണായിട്ട് പറയേണ്ട കാര്യങ്ങൾ പേഴ്സണായിട്ട് പറയേണ്ടി വരും. താല്പര്യമുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് താല്പര്യമുള്ളവർ വിളിക്കട്ടെ അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല സാർ. മോർ ദാൻ കോളിംഗ് ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഷെയറിംഗ് ആണ്. ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ. ഓക്കെ, എന്നാലേ ഞാൻ വെച്ചോട്ടെ. താങ്ക് യു സർ. താങ്ക് യു സർ. വെൽക്കം. Okay, good night to all of you. Good night, sir. Good night.